വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വിഷു ദിനമാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. ഇത് നേരം പുലർന്നില്ല കേട്ടോ. അപ്പം നമ്മൾ വിഷു കണി കാണാൻ വേണ്ടി എണീറ്റതാണ്. അപ്പം നമുക്ക് വിഷു കണി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നൊണ്ടും കൃഷ്ണനടുത്തു നീ കണി കാണാ. വിഷു വ്ളോഗിൽ എന്തായാലും പിന്നെ എല്ലാവരുടെയും വിഷു സദ്യയും വിഷുക്കണിയും ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ. ഇന്ന് വിഷുവിന് നമുക്കൊരു പായസം വയ്ക്കാം. വിഷു കഴിഞ്ഞ് അടുത്തുള്ള ദിവസങ്ങളിൽ എന്തായാലും മത്തങ്ങ എരിശ്ശേരിയും വെള്ളരിക്ക മോരുകറിയും ഒക്കെ ആയിരിക്കും കേട്ടോ ചോറിന് കൂട്ടാൻ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ന് ആ മത്തങ്ങ വെച്ച് ഒരു പായസം ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അപ്പോൾ നമ്മൾ 2 മത്തങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐഡിയ തന്നെയായിരുന്നു കേട്ടോ മെയിനായിട്ട്, ഈ മത്തങ്ങ വെച്ച് തന്നെ പായസം ഉണ്ടാക്കണം എന്ന്. അപ്പോൾ പാലടയും ബ്രഹ്മസലിയും ഒക്കെ തന്നെ ആയിരിക്കും സദ്യയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ച് മത്തങ്ങ പായസം ഉണ്ടാക്കാമെന്ന് കരുതിയതാണേ. അപ്പോൾ ആദ്യം തന്നെ മത്തങ്ങയുടെ തോലൊക്കെ നമ്മൾ നന്നായിട്ട് ചെത്തി അതിലെ കുരുവൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ സാധാ മത്തങ്ങയെക്കാട്ടിലും കുറച്ചുകൂടെ വേവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് കുക്കറിലിട്ടാണ് കേട്ടോ ഞാൻ ഒരു 4-5 വിസിൽ അടുപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ മറ്റേ മത്തങ്ങയുടെ അത്രയും തോലിന് കട്ടിയില്ല ഇതിൻ്റെ തോടിന്. ഇത് ഇത്തിരി കൂടെ സോഫ്റ്റാണ്, വേഗം തന്നെ നമുക്ക് ചെത്തിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല, ഞാൻ കുറച്ച് വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് വേവിച്ച് കഴിഞ്ഞ് നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തേണ്ട കാര്യമില്ല, വലുതായിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കുക്കറിലോട്ടിടാം. എന്നിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഞാനൊരു തവിയുടെ ബാക്ക് എടുത്ത് വെച്ചാണ് കേട്ടോ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. ഇത് ഫസ്റ്റ് പരീക്ഷണമാണ്, വിജയിക്കോ ഇല്ലയോ, ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ മത്തങ്ങ പായസമൊക്കെ ചിലർ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ആദ്യം തന്നെ ഞാനൊരു ചുവട് കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉടച്ചു വെച്ച മത്തങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വെള്ളം മാറുന്ന വരെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ കാണും, അതൊന്ന് മാറി വരുന്നത് വരെ നമ്മൾ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് ഞാൻ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന തരത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നത്. അപ്പം മത്തങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം പൊട്ടിത്തെറിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത്ര അളവൊന്നുമില്ല കേട്ടോ, നമുക്കൊരു ഏകദേശം ഒരു ഇതുണ്ടല്ലോ, അത് അനുസരിച്ച് ഞാൻ പാലെടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട്. അതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടെ പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, പക്ഷേ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർത്തിട്ടില്ല, പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാരയ്ക്കും കൃത്യമായ അളവിലൊന്നുമല്ല ചേർത്തേക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മധുരം, ചിലർക്ക് മധുരം വേണ്ടായിരിക്കും, ചിലർക്ക് മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചവ്വരി 1 പിടിയോളം എടുത്ത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചവ്വരി ഇട്ട് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് പായസം ഓൾറെഡി ഒന്നുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പാല് തിളപ്പിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ മുന്തിരിങ്ങ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, എനിക്ക് മുന്തിരിങ്ങ പേഴ്സണലി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു പായസം തന്നെയാണ് കേട്ടോ. ഞാൻ കുടിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു, വിചാരിച്ചില്ല ഇത്രയ്ക്ക് സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ കണിമത്തം കാണുമല്ലോ വിഷുവിന് കണി വെച്ചത്. അപ്പോൾ അത് വെറുതെ കളയണ്ട, എപ്പോഴും നമ്മൾ എരിശ്ശേരിയൊക്കെ കൂട്ടുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പായസം വെച്ച് കുടിച്ചാൽ നന്നായിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഇത് ഇപ്പോൾ ചൂടായതുകൊണ്ടാട്ടോ ഇപ്പം ഇത്ര വെള്ളം പോലെ ഇരിക്കുന്നത്. ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കുറുകി വരുവേ. അപ്പോൾ ഇത് സദ്യയിൽ കൂടെ കഴിക്കുന്നതിലും എനിക്ക് അല്ലാതെ തനിച്ച് കുടിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം എന്തായാലും ഒന്ന് പറയണേ. ഈ പായസമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആർക്കും മനസ്സിലായില്ല കേട്ടോ, ഇത് മത്തങ്ങയെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.